മക്കളെ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എല്ലാവരും റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയെന്നറിയാം. ഇതിൽ തന്നെ നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ 520 താഴെയൊക്കെ ഒരു 500 മാർക്കോളം 500-510 സേഫാന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. 526 മുകളിലേക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ഓഫൊക്കെ അത്രയും ഓൾ ഇന്ത്യ കോട്ട കട്ട് ഓഫ് നന്നായിട്ട് കുറയുമെന്നൊക്കെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്തിന് നമ്മളെ നോർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തന്നെ ഒരു 490-470 വരെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉയർന്നൊരു കട്ട് ഓഫിലേക്കാണ് പോകുന്നത്. എന്തിനു പറയണം, ഒരു 525 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 27,900 റാങ്ക് വരുന്നത്. അപ്പോൾ ഒരു 526 മാർക്കൊക്കെ കട്ട് ഓഫായിട്ട് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം 25,000-നും 26,000-നും ഇടയിലാണ് ലാസ്റ്റ് റാങ്ക് പോയതെങ്കിൽ ഈ വർഷം 27,000 വരെ പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ 27,000 റാങ്ക് കിട്ടിയ കുട്ടിക്ക് 526 മാർക്ക് ആണ് സത്യത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറയാം. 526 മാർക്കിന് മുകളിലുള്ള കുട്ടികൾ സേഫാണ്. കേരളത്തിൽ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇതിൽ തന്നെ ഒരു കാര്യം, നമ്മുടെ ഓൾ ഇന്ത്യയിൽ 300 സംതിങ് റാങ്ക് വന്ന കുട്ടിക്ക് 623 മാർക്കാണ്. JPCൻ്റെ ടോപ്പർ 623 മാർക്ക് കിട്ടിയിരിക്കുന്ന ജിയാദാണ്. ഈ 623 മാർക്കിൽ 300ഓളാണ് കേരള റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത്. അതിൽ ഓൾ ഇന്ത്യയിൽ തന്നെ OBCയിൽ 99th റാങ്ക്, ഒരു 2 ഡിജിറ്റ് റാങ്ക് നമുക്ക് JPCന് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ 500-നും 525-നും ഇടയിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു JPCയിൽ. പക്ഷേ അവരെല്ലാവരും അത്രത്തോളം ഹാപ്പി അല്ല, അവരെല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ പല കുട്ടികളും നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തതും, എന്തിനും പറയുന്നത്, ഈവൻ എല്ലാ പ്ലാറ്റ്ഫോമും ഒരു 500-510 മാർക്ക് സേഫാന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത് സേഫ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 520 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 31,000-ഓളാണ് റാങ്ക് വരുന്നത്. 520 റാങ്ക് കിട്ടി 520 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 31,000 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത്. 519 കിട്ടിയ കുട്ടിക്ക് അത് 33,000 ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു 556 ഇരിക്കുന്ന ആളുകൾ 555-56 മാർക്ക് വാങ്ങിച്ച കുട്ടികൾ 10,000-ഓളം 9,000 10,000-നുള്ളിലാണ് റാങ്ക് വരുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയൊരു കട്ട് ഓഫിലേക്കാണ് ഈ വർഷത്തെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. എക്സാം ഇത്രത്തോളം ടഫായിട്ട് പോലും കട്ട് ഓഫ് ഉയർന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലേക്ക് വരുമ്പം എന്തായിരിക്കും സ്ഥിതി നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ടെൻഷൻ അടിക്കരുത് മക്കൾ. എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഞാനിതിൽ നമ്പർ അറ്റാച്ച് ചെയ്ത് തരാം. നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കരുത്. വിഷമിക്കേണ്ട ആൾക്കാരല്ല, നിങ്ങളെല്ലാവരും കുറേ എഫേർട്ട് എടുത്ത കുട്ടികളാണ്. ഇപ്പം നമ്മളാരും വിഷമിക്കാൻ പാടില്ല. എനിക്കറിയാം, ഇവിടെയുള്ള നമ്മുടെ കുട്ടികളിൽ നിന്ന് എനിക്കറിയാം, നല്ല മാർക്ക് കിട്ടിയിട്ട് പോലും നമ്മൾ ഇത്രയും ദിവസങ്ങൾ MBBS സ്വപ്നം കണ്ടിട്ട് പോലും നമ്മൾ എത്തിപ്പെടാൻ പറ്റാതെ പോയിട്ടുണ്ട്. വിഷമിക്കരുത്. നമുക്ക് എന്തായാലും നല്ലത് എന്തെങ്കിലും പഠിച്ചോ കണ്ടിട്ടുണ്ടാവും. ഇതിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആളുകൾ മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ പോകണം. അതല്ല ഇനി മറ്റു കോഴ്സുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാൻ തോന്നുന്നതാണെങ്കിൽ അതൊക്കെയായിട്ട് നമുക്കതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്, ഇപ്പോഴും ചിന്തിക്കേണ്ട കാര്യമല്ല. വീണ്ടും ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഈ വർഷത്തെ കട്ട് ഓഫ് 526 മാർക്കിന് മുകളിലുള്ള കുട്ടി സേഫാണ് നമുക്ക് പറയാം. ഓക്കെ മക്കളെ, താങ്ക് യു.